പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പുതിയ ഹൊറർ ഗെയിമാണ് കളിക്കാൻ പോണേ. ആ ഗെയിമിൻ്റെ പേരാണ് കമ്മല. ഇത് പിന്നെ ഒരു ഇന്ത്യൻ ഗെയിമാണ് കേട്ടോ. ഒരു ഇന്ത്യൻ ഹൊറർ ഗെയിമാണ്. അതുകൊണ്ട് ഇത് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. കളിച്ചു നോക്കാം. എന്തൊട്ടായാലും ഒരു ഇന്ത്യൻ വൈബ് ഈ ഗെയിമിൽ നിന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ ഗെയിം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇതെന്തത്? ഓ, കമ്മലയുടെ കല്യാണം ഏട്ടാ. കമ്മലയുടെ കല്യാണത്തിൻ്റെ സീനാ. അതിനുശേഷം എന്താ സംഭവിച്ചേ? ഓ, കമ്മലയ്ക്ക് വയ്യാണ്ടായി. അതിങ്ങനെ വയ്യാണ്ടായി. എടാ, ഇതെന്തത്? കമ്മല പ്രേതമായി മാറിയിട്ടാ. ഒരു മോൺസ്റ്ററായി മാറി. ഇതേ ആൾക്കാരെ കടിച്ച് തിന്നണ്. ഇവിടെ കമ്മലിക്ക് എന്താണ് സംഭവിച്ചേ? കല്യാണം കഴിഞ്ഞിട്ട് ഒരു മോൺസ്റ്ററായി മാറി. അതെങ്ങനെയാണാവോ? ഇവിടെ ഒരാൾ കത്തൊക്കെ എഴുതുന്നുണ്ട്. ഓ, ഇതാരാ? എനിക്ക് തോന്നണതേ നമ്മുടെ ഗെയിമിൻ്റെ ക്യാരക്ടർ ഇയാളാന്ന്. ഒരു പ്രീസ്റ്റാ. പ്രീസ്റ്റിൻ്റെ മലയാളം എന്തിട്ടായിരുന്നു? ആ, സംഭവം അതാണ്. ഓ, ഇവിടെ ഫുള്ള് ഇരുട്ടാണ് കേട്ടാ. ഓ, ഇത് കൊള്ളാം കേട്ടാ. കറക്റ്റ് ഒരു ഇന്ത്യൻ ഗെയിം, ഇന്ത്യൻ വൈബാണ്. നമുക്കപ്പോൾ നേരെ മുന്നോട്ടേക്ക് പോവാം. ഇവിടെ ഫുള്ള് കാടാണ്. ഇവിടെ ഒരു ലൈറ്റൊക്കെ ഉണ്ട് കേട്ടാ. മിക്കവാറും വീടിൻ്റെ അകത്ത് ലൈറ്റൊക്കെ ഉണ്ടാവും. ലൈറ്റ് ഉണ്ടായാൽ മതി. മൊത്തം ഇരുട്ടാണെങ്കിൽ പെട്ടു. ഓക്കെ, നമ്മളങ്ങനെ വീടിൻ്റെ അവിടേക്ക് എത്തിയേക്കാണ്. ഇതൊന്നും എഴുതിയേക്കണ്. ഡോണ്ട് യൂറിനേറ്റ് ഓൺ വാൾസ്. ഓ, അവിടെ മുള്ളാൻ പാടില്ലെന്ന്. എനിക്ക് ശരിക്കും മുള്ളാൻ മുട്ടുണ്ട്. വേണ്ട, വീടിൻ്റെ അകത്ത് ബാത്റൂം ഉണ്ടാവുമല്ലോ, അവിടെ അങ്ങ് കാര്യം സാധിക്കാം. പ്രഭാകർ നിവാസ് 2478. ഓ, ഹൗസ് നമ്പറാവും. നമുക്കപ്പോൾ ഈ ഗേറ്റ് അങ്ങ് ഓപ്പൺ ആക്കട്ടെ. ഓക്കെ, അതങ്ങനെ ഓപ്പൺ ആക്കിയേക്കാണ്. ഓ, ഇതാണ് വീട് കേട്ടാ. അത്യാവശ്യം വലിയൊരു വീടാ. ഇതെന്തത്? സ്റ്റൗവും ഗ്ലാസ്സൊക്കെ ഉണ്ടല്ലോ. കമ്മലയ്ക്ക് ദേഷ്യം വന്നപ്പോഴേ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞിട്ടുണ്ടാവും. നമുക്കപ്പോൾ കമ്മലേനെ ശരിയാക്കണം. കമ്മലേനെ പഴയ പോലെ ആക്കണം. ഇവിടെ പക്ഷെ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റണില്ല കേട്ടാ. അവിടെ തീ ഇട്ടേക്കാ. നമുക്കപ്പോൾ ആ തീ അണയ്ക്കണം. ജനലിലെ കൂടെ പോകാൻ പറ്റുമോ? ഒരു മിനിറ്റ്. എടാ, ഇവിടെ മറ്റേ തൂക്കുകയറ് വെച്ചേക്കണ്. കമ്മലിക്ക് ഇതാന്ന് തോന്നുന്നുണ്ട് പണി, ആൾക്കാരെ കൊല്ല. ഇതൊന്നിട്ടാ പട്ടിക്കൂടാ. പക്ഷെ പട്ടിയൊന്നുമില്ല എൻ്റെ അകത്ത്. ഓ, ഇവിടെ മറ്റേ സംഭവം ഉണ്ട് കേട്ടാ. പണ്ട് കാലത്ത് ഇതിൽ നിന്ന് വെള്ളം എടുക്കാറ്. ഇവിടെ നമുക്ക് എന്തോ ചെയ്യണം കേട്ടാ. അടിയിൽ പിന്നെ ഇഷ്ടം പോലെ കോക്രോച്ച് ഉണ്ട്. എനിക്ക് തോന്നണതേ നമുക്ക് വെള്ളം എടുത്ത് ഒഴിക്കേണ്ടി വരുന്ന. എനിക്ക് പക്ഷേ അതിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റണില്ല. ഇതൊന്നിട്ട് ചെണ്ടയാ. എന്തുകൊണ്ടാണോ സാധനം? ഇവിടെ പിന്നെ പുറത്ത് ബെഡൊക്കെ ഇട്ടുണ്ട് കേട്ടാ. ഓ, ലൈറ്റ് ഉണ്ട്. പണ്ടത്തെ കാലത്തെ ലൈറ്റ്. ഇത് പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റണില്ല. ഇവിടെ നിന്ന് എനിക്ക് ഒരു വടി കിട്ടിയിട്ടാ. അടിയിൽ പിന്നെ നിറച്ച് കോക്രോച്ചാ. പേടിപ്പിക്കാൻ നോക്കിയതാണ്. ഞാൻ പേടിച്ചു. ഞാനിതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴേ സൗണ്ട് എഫക്റ്റ് ഇട്ടേക്കണ്. പേടിക്കുന്നു വിചാരിച്ചേ. പക്ഷേ അങ്ങനൊന്നുമില്ല. മനസ്സിലായ? ചട്ടിത്തലയാ. നമുക്കപ്പോൾ ഈ വടിയില്ലേ ആ സാധനത്തിൽ പോയിട്ട് ഫിക്സ് ചെയ്യാം. ഇതിനും തൊട്ട് പറയാ ഹാൻഡ് പമ്പ് എന്നാ പറയാ. ഇതിൻ്റെ മലയാളത്തിൽ എന്താണാവോ? ഓക്കെ, ഞാൻ ആ വടി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടാ. നമുക്ക് ആ വെള്ളം കളക്ട് ചെയ്യണം. അതിനായിട്ട് എന്തെങ്കിലും വേണം. ഒരു മിനിറ്റ്, എനിക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ഇവൻ്റെ തലേന്ന് ഈ സാധനം എടുക്കാം. ഓ, എടുക്കാൻ പറ്റില്ലേ? എടുക്കാൻ പറ്റിയെങ്കിൽ നന്നേനെ. നമുക്കതിൽ വെള്ളം കളക്ട് ചെയ്യാൻ പറ്റും. ഇത് പക്ഷെ എടുക്കാൻ പറ്റണില്ല. നമുക്കപ്പോൾ വേറെ എന്തെങ്കിലും നോക്കേണ്ടി വരും. ഇതിൻ്റെ അകത്ത് പക്ഷെ എനിക്കൊന്നും കാണാനില്ല. നമുക്ക് ഇങ്ങോട്ട് നോക്കി നോക്കാം. വെള്ളം കളക്ട് ചെയ്യാനായിട്ട് ബക്കറ്റാ കുട എന്തെങ്കിലും കിട്ടിയാൽ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് നമുക്ക് ബക്കറ്റ് കണ്ടുപിടിക്കേണ്ടി വരുന്ന. ഒരു മിനിറ്റ്, എനിക്കിവിടെ നിന്ന് ഒരു കുടം കിട്ടി. നമുക്കിത് മതിയാവും. താത്രിക് ജി, യു ആർ ദ ലാസ്റ്റ് ഹോപ്പ്. ശരി, അവിടെ വയ്ക്കാം. നമുക്കപ്പോൾ ഇവിടെ വെള്ളം ഒഴിക്കണം കേട്ടാ.
ഇവിടെ ഞാൻ ഈ കുടത്തിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് പോയിട്ട് ഒഴിക്കാം. ഈ തീ കെട്ട് പോയാൽ മതിയായിരുന്നു. ഓക്കെ, ഇവിടെ ഇങ്ങനെ തീ കെട്ട് പോയില്ല ഏട്ടാ, കുറച്ചേ പോയുള്ളൂ. നമുക്ക് ഒരു കുടം കൂടിയും വേണ്ടി വരും. ഓക്കെ, ഇവിടെ ഇങ്ങനെ തീയൊക്കെ കെട്ടുപോയേക്കാണ് കേട്ടാ. നമുക്കിനി അകത്തേക്ക് കയറാം. ലെറ്റ്സ് ഗോ. ലൗഡ് നോയ്സസ് ക്യാൻ അലേർട്ട് കമല. ഓക്കെ, മനസ്സിലായി. അതെല്ലാ ഹൊറർ ഗെയിമിലും അങ്ങനെയാണ്. ഓക്കെ, നമ്മളങ്ങനെ വീടിൻ്റെ അകത്തേക്ക് കയറിയേക്കാണ്. മൊത്തം ഇരുട്ടാണല്ലോ. ഫൈൻഡ് കമല. നമ്മൾ കമലെ പോയിട്ട് കണ്ടുപിടിക്കണ? ഓ, നമുക്ക് കണ്ടുപിടിക്കണം, എന്നാലേ കമലേനെ ശരിയാക്കാൻ പറ്റുള്ളൂ. ഒരു മിനിറ്റ്, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? അവിടെ എനിക്കൊന്നും കാണാനില്ല. ഇവിടെ ഇപ്പം എന്തൊരു ചെയ്യണ്ടേ? ഇവിടെ ഞാൻ എല്ലാ റൂമിൽ കയറി നോക്കാണ്. ഇവിടെ പക്ഷെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. എന്തപ്പോൾ ചെയ്യണ്ടേ? കമലനെ കണ്ടുപിടിക്കണം. ഗ്ലാസ് വീണതാ. ഇവിടെ അടുക്കളയിലും ഒന്നുമില്ല. ഇവിടെ ഒരു കിടക്കയുണ്ട്. ഓ, ഇതിൻ്റെ അടിയിൽ നമുക്ക് ഒളിച്ചിരിക്കാൻ പറ്റും. അത് കൊള്ളാം. ഒരു മിനിറ്റ്, എടാ അവിടെ കമ്മലുണ്ടായിരുന്നു, എങ്ങോട്ടേക്ക് പോയേ? ഒരു മിനിറ്റ്, ഇവിടെ 2 ഡ്രോവേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്തൊന്നുമില്ല. എടാ കമ്മൽ അവിടെ നിൽക്കണ്ടായിരുന്നു, അതെങ്ങോട്ടേക്കാണ് അവ പോയേ? നമ്മുടെ ടാസ്ക്കാണ് കമലേനെ കണ്ടുപിടിക്കാൻ. നമുക്കപ്പോൾ അതിനെ പോയിട്ട് പിടിക്കണല്ലോ. അത് എങ്ങോട്ടേക്കാണ് അവ പോയേ? കമലേ, കമലേ, എവിടെയാ? ഇങ്ങോട്ടേക്ക് പോരെ, ഞാനൊന്നും ചെയ്യില്ല. ഓ, ഇവിടെ ടി വി ഒക്കെ ഓണായിട്ടാ. കമല ഇതിലെ ചന്ദനമഴ കാണാം. എന്തെങ്കിലും ആട്ടെ. ഇവിടെയും 2 ഡ്രോവേഴ്സ് ഉണ്ട്, അതിൻ്റെ അകത്തും ഒന്നുമില്ല. ഇവിടെ ഒരു ഡോറുണ്ട്, അത് തുറന്നേക്കാണ്. ഈ പെട്ടിയുടെ ഉള്ളിൽ നിന്ന് ഒരു പാവ കിട്ടി. അത് വെച്ചിട്ട് എന്താണോ ചെയ്യേണ്ടത്? ആരാ ബാക്കിൽ? ആരുമില്ല. ഓ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഒളിച്ചു നിൽക്കാൻ പറ്റുണ്ടോ? അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ഈ കമല എങ്ങോട്ടേക്ക് പോയേ? ഞാൻ നേരത്തെ കണ്ടതാ, പിന്നെ എങ്ങോട്ടേക്കാണ് പോയേ? ഇവിടെ നമുക്ക് ബെഡ്റൂം കീ വേണം കേട്ടോ, നമുക്ക് അതും കൂടി കണ്ടുപിടിക്കണം. ഇവിടെയും ഒരു റൂമുണ്ട്. ഓക്കെ, ഇവിടെ നിന്നൊരു താക്കോല് കിട്ടി. എനിക്ക് തോന്നണത് അതായിരിക്കുന്ന ബെഡ്റൂം കീ. നമുക്കൊന്ന് നോക്കി നോക്കാം. അത് ബെഡ്റൂം കീ ഒന്നുമല്ല, അത് വേറെ ഏതോ റൂമിൻ്റെ കീയാ. ഇവിടെയും ഒരു റൂമുണ്ട്, ഇവിടെയും ഡ്രോവേഴ്സ് ഉണ്ട്. തുറന്നു നോക്കാം. അതിൻ്റെ അകത്തൊന്നുമില്ല. ഓ, ഇത് ബാത്റൂമാണ് കേട്ടോ. ഇതാ മറ്റേ ഇന്ത്യൻ സ്റ്റൈല് കക്കൂസ്. പണ്ടൊക്കെ ഇങ്ങനത്തെ കക്കൂസ് ഉണ്ടാവുക. ഇപ്പം പിന്നെ മൊത്തം വെസ്റ്റേൺ സ്റ്റൈലല്ലേ. ഇവിടെ പിന്നെ കക്കൂസ് വൃത്തിയുണ്ട് കേട്ടാ. ഗ്രാനി ഗെയിമിലെ പോലെയല്ല, അതിൽ പിന്നെ ഭയങ്കര വൃത്തിയാടാ. ഇവിടെ ഒരു പെട്ടിയുണ്ട്. എന്തോ കോഡ് വേണം, ആ കോഡ് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഒരു മിനിറ്റ്, ഇതാ മറ്റേ സംഭവമല്ലേ? ഇതിനെന്തൊട്ട് പറയാ, മറ്റേ തൂപ്പികളാണ് സാധനം. എന്താണാവോ? കമല ചിലപ്പോൾ അതൊക്കെ അടിക്കാറുണ്ടല്ലേ, വെറുതെ അല്ല അത് മോൺസ്റ്ററായിട്ട് മാറിയേ. ഈ വക സാധനങ്ങളൊക്കെ കയറ്റിട്ടാ. ഇവിടെ ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യണ്ടേ? കമലനെ ആണെങ്കിൽ കാണാനുമില്ല. ഞാനാണെങ്കിൽ ഓരോ സ്ഥലത്ത് കറങ്ങിക്കൊണ്ടിരിക്കുക. ഓ, ഞാൻ ഇതിൽ കൂടെ പോയിട്ടില്ല കേട്ടാ. ഇവിടെയും ഒരു വഴിയുണ്ട്. ഓ, ഇതിൻ്റെ സൗണ്ടായിരുന്നാ? ഇവിടെ ഒരു സാധനം കിട്ടുന്ന ആടുണ്ട്, അതിൻ്റെ സൗണ്ടായിരുന്നു. ഇതും തൊട്ടാ ഇവിടെ ആനയ്ക്ക് ഇരിക്കണ്ടല്ലോ. അതെന്തൊരു പസിലാ. ഇവിടെ ഈ അൽമാരുടെ അകത്ത് ഒന്നുമില്ല. ഇവിടെയും മറ്റേ ഒളിച്ച് നിൽക്കുന്ന സംഭവം ഉണ്ട് കേട്ടാ. ഇവിടെ 2 ഡ്രോവേഴ്സ് ഉണ്ട്, ഇതിൻ്റെ അകത്തും ഒന്നുമില്ല. പിന്നെ എന്തിനാ അവിടെ ഡ്രോവേഴ്സ് വെക്കണേ? അതിൻ്റെ അകത്തൊന്നുമില്ലെങ്കിൽ. എനിക്ക് വീണ്ടും ഒരു ബൊമ്മ കിട്ടിയിട്ടാ. എനിക്ക് തോന്നണത് അത് 8 കളക്ട് ചെയ്യണമെന്നാ. അതായിരിക്കും. ഇത് പിന്നെ ഒരു അമ്പല. ഇവിടെയും 2 ഡ്രോവേഴ്സ് ഉണ്ട്, ഇതും കാലിയ. ഇതും തൊട്ട് സാൾട്ട് ബൗള്. പ്ലേസ് ഐറ്റംസ് ഇൻ ദ കോർട്ട് യാർഡ്.
കോർട്ടിയാട് എവിടെയാ? ഇതാണോ കോർട്ടിയാട്? ഇവിടെ തീയൊക്കെ കത്തുന്നുട്ടാ. നമുക്ക് ഇവിടെയാണോ വയ്ക്കണ്ടേ? ഓ നമുക്ക് ഇവിടെ വയ്ക്കണ്ടേ? ഇതെന്നുണ്ടായേ? കമല ഓളിടണ്. ഓ കമല മിക്കവാറും ഇങ്ങോട്ടേക്കും വരണ്ടാവുക. നമുക്ക് അന്നേരം സുഖമായിട്ട് പിടിക്കാം. ഒരു മിനിറ്റ്, കമല എൻ്റെ അടുത്തേക്ക് വരണേ. ഇതെന്നെ പിടിക്കാനാ വരണേ. അടുത്തേക്ക് വരരുത്, വരരുത്. ഇവിടെ കടിക്കും എന്നെ. ഇവിടെ ഒരു ഗണപതിയുടെ പ്രതിമയുണ്ട്. ഒരെണ്ണം കെട്ടുപോയല്ലോ. ഓ നമുക്ക് 3 ലൈഫ് ഉണ്ട്. അതിൽ ഒരെണ്ണം പോയി. ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? പിടിച്ചില്ല തന്നെ. ഓ നമുക്കിപ്പോൾ എന്തൊരു ചെയ്യണ്ടേ? മുമ്പിൽ കുറെ കട്ട വെച്ച് അടച്ചേക്ക. ഓ ഇവിടെ എന്തോ ചെയ്യണം കേട്ടാ. നമുക്കിതൊക്കെ നീക്കിടാം. ഒരു മിനിറ്റ്, കമല എൻ്റെ അടുത്തേക്ക് വരണ്ട. കമല എൻ്റെ അടുത്തേക്ക് വരുന്നു. ഓടി 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 ഓട്. എങ്ങോട്ടേക്ക് പോവാ? എങ്ങോട്ടേക്ക് പോകണ്ടേ? ഓക്കെ ഇവിടെ ബെഡ് ഉണ്ട് കേട്ടാ. എന്തെങ്കിലും ആട്ടെ, ലെറ്റ്സ് ഗോ. കമല എൻ്റെ അടുത്തേക്ക് എത്തി. ഇയാളെന്തിനാ പുറത്തേക്ക് ഇറങ്ങിയേ? ഞാനൊന്നും അമർത്തിയിട്ടൊന്നുമില്ലല്ലോ. ഞാനൊരു സ്വിച്ചൊന്നും അമർത്തിയിട്ടില്ല. ഇയാൾ തനിയെ പുറത്തേക്ക് ഇറങ്ങിയത്. വെറുതെ ഒരു ലൈഫ് പോയി. പിന്നെ ഒരു ലൈഫും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ ഒരു പാവി ഉണ്ട്, നമുക്കത് എടുക്കാം. നമ്മളിപ്പോൾ ഏതൊരു റൂമിൽ അടച്ചിട്ടേക്കാണ് കേട്ടാ. ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഒരു മിനിറ്റ്, നമ്മളെ പുറത്തുനിന്ന് കുറ്റിയിട്ടേക്ക. ഇതിപ്പോൾ എങ്ങനെ തുറക്ക? ഇവിടെ എവിടെയെങ്കിലും താക്കോലുണ്ടാവും. ഇത് ഇതെനിക്ക് മനസ്സിലായി. മറ്റേ ആനയുടെ പസില്. റൈറ്റ് സ്ട്രെയിറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്, അതാണ് ഇതിൻ്റെ കോഡ്. അതിനു മുൻപ് നമുക്ക് ഈ വാതിൽ തുറക്കണം. ഇവിടെ എവിടെയെങ്കിലും താക്കോലുണ്ടോ? ഇവിടെ എനിക്ക് താക്കോലൊന്നും കാണാനില്ല. ഒരു മിനിറ്റ്, എനിക്ക് ഒരു കുട കിട്ടിയില്ലോ. ഇത് വെച്ചിട്ട് എന്തൊരു ചെയ്യണ്ടേ? അത് കൊള്ളാലോ. കുട വെച്ചിട്ട് തുറന്നു. ഇവിടെ വീണ്ടും അവിടെ എത്തിയേക്കാണ്. പ്ലേസ് ഐറ്റംസ് ഇൻ ദ കോർട്ടിയാട്. ക്യാംഫർ, ഹോളി വാട്ടർ, പ്രയർ പ്ലേറ്റ്, പ്രയർ ബുക്ക്, കലാഷ് പോട്ട്. നമുക്ക് ഈ ഐറ്റംസ് ഇല്ലേ ആ കോർട്ടിയാർഡിൽ കൊണ്ടുപോയി വെക്കണം. നേരത്തെ നമ്മൾ ഉപ്പ് വെച്ചില്ലേ, അതേപോലെ ഈ ഐറ്റംസും വെക്കണം. അന്നേരം നമുക്ക് കമലേനെ ശരിയാക്കാൻ പറ്റും. പക്ഷേ ഓരോ ഐറ്റം വെച്ച് കഴിഞ്ഞാൽ കമല നമ്മുടെ പിന്നാലെ വരും. അതാണ് സീന്. ഇവിടെ ഇപ്പോൾ നമ്മൾ മെയിൻ ഹാളിലേക്ക് എത്തിയേക്കാണ്. അയ്യോ നോ 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 നോ, അടുത്തേക്ക് വരരുത് വരരുത് വരരുത്. അടുത്ത് വരണത് അറിയണില്ലല്ലോ. ഇതിപ്പോൾ എന്താണ്ടായേ? നമ്മളെ കത്തിച്ചു കൊല്ലാൻ പോവാണ്. കമല അങ്ങനെ ചെയ്യരുത്. മൃത്യു. എന്നാലും ഇത് എന്തൊട്ട് ഗെയിമായിരുന്നു. ഒരു ഇന്ത്യൻ ഗെയിം വന്ന് കരുതിയിട്ട് ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല കേട്ടാ. അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. എൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.